Hello friends, welcome to Drive Elements. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ സ്വിച്ചിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ആക്ട് ആസ് ആൻ സ്വിച്ച് ആൻഡ് ഇറ്റ് ആക്ട് ആസ് ആൻ ആംപ്ലിഫയർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വിച്ചിങ് സൈഡിലോട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് ഒരു സ്വിച്ചിങ് എങ്ങനെ പോസിബിൾ ആക്കാം, ഒരു സർക്യൂട്ടിൽ എങ്ങനെ അത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ശേഷമുള്ള വീഡിയോസിലൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ബേസിൽ ഓരോ സർക്യൂട്ടും ചെയ്യുന്നതിൻ്റെ എക്സ്പ്ലനേഷൻ തരുന്നു. ഈ വീഡിയോയിൽ ജസ്റ്റ് ബേസിക് കോൺസെപ്റ്റ്, ബേസിക് സർക്യൂട്ട് തിയറി സൈഡിലോട്ട് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ തിയറി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പ്രാക്ടിക്കൽ സൈഡിലോട്ട് പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ എന്തൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് മാത്രമാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അല്ല ബോറടിപ്പിക്കാൻ വേണ്ടി തിയറി പറയുകയല്ല. ഇത് കാണാതെ മറ്റുള്ള വീഡിയോസ് കണ്ടിട്ട് കാര്യമില്ല. ഒരു ബേസിക് ഐഡിയ വേണം. അതിനു വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ് എല്ലാം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കണ്ടിന്യൂലേക്ക് എടുക്കാം. ലെറ്റ്സ് ഗോ. മാർക്കറ്റിൽ രണ്ട് ടൈപ്പ് ട്രാൻസിസ്റ്ററാണ് അവൈലബിൾ. ഒന്ന് NPN ട്രാൻസിസ്റ്റർ, രണ്ട് PNP ട്രാൻസിസ്റ്റർ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. രണ്ടിൻ്റെയും ഡയഗ്രാം ഇവിടെ വരച്ചിട്ടുണ്ട്, ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇത് ഓരോന്നും ഓരോ അതിൻ്റെതായ പർപ്പസിനനുസരിച്ചായിരിക്കും സർക്യൂട്ടിൽ നമുക്ക് അതിൻ്റെ ആവശ്യം എങ്ങനെയാണ്, നീഡ്സ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇത് ചൂസ് ചെയ്യുന്നതും എടുക്കുന്നതൊക്കെ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്ന 3 ടൈമാണ്: എമിറ്റർ, ബേസ്, കളക്ടർ എന്ന്. അതുപോലെ തന്നെ നമ്മൾ ട്രാൻസിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ട്രാൻസിസ്റ്റർ ഉണ്ട്. അപ്പോൾ നമുക്കറിയുന്ന ഓർഡർ എമിറ്റർ, ബേസ്, കളക്ടർ എന്നാണ്. പക്ഷേ എന്നാൽ ഇതിൻ്റേത് എമിറ്റർ, ബേസ്, കളക്ടർ എന്ന ഓർഡർ ആവണമെന്നില്ല. എല്ലാ ട്രാൻസിസ്റ്ററിനും സെയിം ഓർഡർ ആവണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിൻ്റേത് കളക്ടർ, ബേസ്, എമിറ്റർ എന്നൊരു ഓർഡറിലാണിത് ഫോളോ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിൻ ഔട്ട് ഏതാണ് എമിറ്റർ, ഏതാണ് ബേസ് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ ഷീറ്റ് റിക്കോർഡാണ്. അപ്പോൾ ഏത് ട്രാൻസിസ്റ്റർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ നമ്പർ ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്പർ കാണാൻ നമ്മൾ ഫ്രണ്ട് വ്യൂയിലേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാൻ കഴിയുമ്പോൾ നമ്പർ കാണാൻ കഴിയും. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊരു NPN ട്രാൻസിസ്റ്റർ. ഞാൻ ഇവിടെ എഴുതി വെച്ച NPN ട്രാൻസിസ്റ്റർ BC 547 എന്ന് പറഞ്ഞ ഈ ട്രാൻസിസ്റ്ററാണിത്. ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ കളക്ടർ, ബേസ്, എമിറ്റർ എന്നാണ് ഇതിൻ്റെ ഓർഡർ. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമുക്ക് ഈ ട്രാൻസിസ്റ്ററിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു NPN ട്രാൻസിസ്റ്റർ ആണെന്നൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ പോലും. അതുപോലെ തന്നെ ഇത് BC 557 എന്ന് പറഞ്ഞൊരു PNP ട്രാൻസിസ്റ്ററാണ്. ഇതും NPN ട്രാൻസിസ്റ്ററിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഈ BC 547 പറഞ്ഞതുപോലെ തന്നെയാണ് ഇതും. സെയിം പോലെ കളക്ടർ, ബേസ്, എമിറ്റർ എന്നൊരു ഓർഡറാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ട്രാൻസിസ്റ്ററിനും ഓരോ രീതിക്കാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ ഈ ട്രാൻസിസ്റ്റർ BD139 ഉണ്ട്, BD140 ഉണ്ട്. ഇതിനൊക്കെ ഓരോ രീതിക്കാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഡാറ്റ ഷീറ്റ് ആവശ്യമാണ്. ഡാറ്റ ഷീറ്റ് നമുക്ക് പല കാര്യത്തിനും ആവശ്യമാണ്. അതിന് അപ്ലൈയും വോൾട്ടേജ്, മിനിമം അപ്ലൈയും വോൾട്ടേജ്, മാക്സിമം കറണ്ട്, കളക്ടർ കറണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡാറ്റ ഷീറ്റ് വേണം. അതുപോലെ തന്നെ മെയിനായിട്ട് വേറൊരു കാര്യമുണ്ട്, HFE വാല്യൂ, ദാറ്റ് ഈസ് ബീറ്റ, അല്ലെങ്കിൽ കറണ്ട് ഗെയിൻ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ അതിനെ കറണ്ട് ആംപ്ലിഫയർ ഫാക്ടർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാല്യൂ, HFE വാല്യൂ ഒക്കെ നമുക്ക് അറിയണമെന്നില്ല. അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ ഷീറ്റിൽ നിന്ന് കിട്ടും. ഒരുവിധം അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ആ ട്രാൻസിസ്റ്ററിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡാറ്റ ഷീറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. നമ്മൾ നമ്പർ അടിച്ച് കൊടുത്താൽ മതി. നമ്പർ നമ്മൾ ഫേസായിട്ട് വെക്കുക. ഈ ട്രാൻസിസ്റ്റർ നമ്മുടെ ഫേസിലേക്ക് വെക്കുക. നമുക്കിങ്ങനെ കാണാൻ കഴിയുമ്പോൾ ആ നമ്പർ കാണുന്ന രീതിക്ക് ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിൻ്റെ നമ്പർ നോക്കിയിട്ട് ആദ്യമേ നമ്മൾ ഗൂഗിൾ ചെയ്ത് കൊടുത്ത് നമുക്ക് ഡാറ്റ ഷീറ്റ് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള പിൻ ഔട്ട് ഏതാണെന്നും, എത്രാമത്തെ പിന്നാണോ, ഒന്നാമത്തെ പിന്നാണോ കളക്ടർ, രണ്ടാമത്തെ പിന്നാണോ കളക്ടർ, അല്ല ബേസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡാറ്റ ഷീറ്റിൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ജസ്റ്റ് നമ്പർ അടിച്ച് കൊടുത്താൽ തന്നെ അതിൻ്റെ റിക്കോർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. പിന്നെ അതുപോലെ HFൻ്റെ കാര്യം പറഞ്ഞു. ഈ HFൻ്റെ വാല്യൂ അതുപോലെ നമുക്ക് അറിഞ്ഞില്ലെങ്കിലും പോലും നമുക്ക് നമ്മളെ ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ അത് കാണാൻ കഴിയും. ഇവിടെ HFE എന്ന് പറഞ്ഞൊരു മോഡ് കണ്ടോ, ഇവിടെ HFE എന്ന് പറഞ്ഞ മോഡ്. ഈ HFE മോഡിലിട്ട് നോക്കി നമ്മൾ അതിൻ്റെ ഗെയിൻ വാല്യൂ ഏകദേശം ഡാറ്റ ഷീറ്റ് കൊടുത്തതിന് നിയറസ്റ്റ് എടുത്ത് കിട്ടും. അക്യുറേറ്റ് ആയിട്ട് കിട്ടണമെന്നില്ല, കാരണം ഓരോതിനും ഓരോ എറർ ഉണ്ടാവും. പക്ഷെ എന്നാലും നിയറസ്റ്റ് കിട്ടും. ഏകദേശം അത് സെയിം തന്നെ ആയിരിക്കും. ഇതൊരു BC 550 PNP ആണ്. അതുകൊണ്ട് PNPയിൽ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് കളക്ടറാണ്, 2 എമിറ്ററാണ്, തേർഡ് വൺ എമിറ്ററാണ്, സെക്കൻഡ് വൺ ബേസ്, തേർഡ് വൺ എമിറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെയിട്ട് ഈ ഒരു ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഒരു വാല്യൂ കാണാൻ കഴിയുക 376 എന്ന് പറഞ്ഞാൽ ഒരു HFE വാല്യൂ കാണിക്കുന്നു. ദാറ്റ് ഈസ് ബീറ്റിൻ്റെ വാല്യൂ ആണ് 375. അപ്പോൾ BC 547 ബീറ്റ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 376. നിയറസ്റ്റ് അത്രയൊക്കെ ആയിരിക്കും കാണിക്കുക. ഡാറ്റ ഷീറ്റിൽ ഒരു 400 എടുത്ത് ചിലപ്പോൾ കാണാൻ കഴിയും. ഞാൻ നോക്കിയിട്ടില്ല, നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ അറിയാൻ കഴിയും. പക്ഷേ ഇതൊക്കെ നമുക്ക് ഇവിടെ സ്വിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ അത് ആവശ്യമില്ല. അതൊരു ആംപ്ലിഫയർ ആയിട്ട് ഞാൻ പറഞ്ഞു ട്രാൻസിസ്റ്റർ ആക്ട് ആസ് ആൻ സ്വിച്ച് ആൻഡ് ഇറ്റ് ആക്ട് ആസ് ആൻ ആംപ്ലിഫയർ. അപ്പോൾ ഈ ആംപ്ലിഫയറായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ആവശ്യമാണ്. ഈ ഒരു ബീറ്റിൻ്റെ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം. എത്രമാത്രം നമ്മളത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണോ അല്ലെങ്കിൽ എത്രമാത്രം അത് ഇൻക്രീസ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മളത് അതിനനുസരിച്ച് ചൂസ് ചെയ്യണം.
ഓൾമോസ്റ്റ് ഒരു ട്രാൻസിസ്റ്റർ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലെഗ്സ് നോക്കാനും അതുപോലെ തന്നെ അതിൻ്റെ പിൻ ഔട്ട് നോക്കാനും നമുക്ക് ഡാറ്റ ഷീറ്റ് നോക്കിയാൽ മതി. അതുപോലെ മാക്സിമം കറണ്ട്, മിനിമം കറണ്ട് അതൊക്കെ ഡാറ്റ ഷീറ്റിൽ നിന്ന് കിട്ടും. എങ്ങനെ നമ്പർ നോക്കാമെന്നാണ് പഠിക്കേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെ ആയി. ഇനി നമുക്ക് സർക്യൂട്ടിലേക്ക് പോകാം. ഒരു ബേസിക് സർക്യൂട്ട്, സ്വിച്ചിങ്ങിൻ്റെ ബേസിക് സർക്യൂട്ടിലേക്കാണ് പോകുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തൊട്ടായിരിക്കും നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം ബേസിക് സ്വിച്ചിങ് സർക്യൂട്ട് അറിഞ്ഞിരിക്കണം, എന്നാലേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ആദ്യം തിയറിക്കൽ സെക്ഷൻ നമുക്ക് ആവശ്യമായ തിയറി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഓവറായിട്ട് ഒന്നും സംസാരിച്ച് ആരെയും ബോറടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ബേസിക് സർക്യൂട്ടിലേക്ക് പോകാം. അപ്പം ഒരു NPN ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് സ്വിച്ചിങ് നടത്തുക എന്നുള്ളൊരു സർക്യൂട്ട് ഡയഗ്രാമാണ്, ബേസിക് സർക്യൂട്ട് ഡയഗ്രാമാണ് വരച്ചിരിക്കുന്നത്. ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ബേസിന് കണക്ട് ചെയ്തിരിക്കുന്നു, സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. കളക്ടറാണ് ഇവിടെ ഔട്ട് വരുന്നത്. അവിടെ ഞാനൊരു LED കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസിനും എമിറ്ററിനും അക്രോസ് ആയിട്ട് ഒരു +5 വോൾട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് സർക്യൂട്ട് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ LED-യിലേക്കും ഞാനൊരു സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഓൾസോ ഒക്കെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് ഈ 2 സോഴ്സും ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണിച്ചിട്ടില്ല, ജസ്റ്റ് ഗ്രൗണ്ട് കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ഗ്രൗണ്ട് ചെയ്യണം, അതൊക്കെ അറിയുന്ന കാര്യമാണ് എല്ലാവർക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് സർക്യൂട്ടിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഞാനൊരു ബേസിലോട്ട് ഒരു 5 വോൾട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ആ സമയത്ത് നമുക്കറിയാം ഈ ഡയോഡ്സിൻ്റെ ഒക്കെ ഈ സിലിക്കൺ നമ്മൾ പറയും ഇമ്പ്യൂരിറ്റീസൊക്കെ ആഡ് ചെയ്തിട്ടാണ് അങ്ങനെ സിലിക്കൺ ഡയോഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ സെമി കണ്ടക്ടറാണ് ശരിക്കും പറഞ്ഞാൽ. ട്രാൻസിസ്റ്റർ ആയാലും ഡയോഡായാലും ഒക്കെ ഒരു സെമി കണ്ടക്ടർ പ്രോപ്പർട്ടി ഉള്ളൊരു ഡിവൈസസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ സിലിക്കൺ ആണെങ്കിലും ഗാലിയം പോലെയുള്ള ജെർമേനിയം സിലിക്കൺ, അപ്പോൾ ഇതിൻ്റെയൊക്കെ വാല്യൂ 0.7 0.6 ഈ റേഞ്ചിൽ മിനിമം വോൾട്ടേജ്, ആ ഒരു വോൾട്ടേജ്, കാരണം അവിടെയുള്ള ഒരു ബാരിയർ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യേണ്ട ഒരു വോൾട്ടേജാണത് 0.7. ആ 0.7നേക്കാൾ വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ ആ ഒരു വോൾട്ടേജ് ഞാൻ ബേസിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാരിയർ ബ്രേക്ക് ആവും, ഇതിലൂടെ കറണ്ട് ഫ്ലോ നടക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടിയാണ്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ അതുപോലെ ഞാനിവിടെ ബേസിലോട്ട് ഒരു 5 വോൾട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ബേസിലേക്ക് ഒരു 5 വോൾട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് 0.7നേക്കാളും കൂടുതലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സമയത്ത് ബേസിലേക്ക് ചെല്ലുന്നു, അവിടെ സ്വിച്ച് ഓൺ ആകുന്നു. സ്വിച്ച് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് സ്വിച്ച് വരക്കാം. ഇവിടെ ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നു, ലോഡാണ്. ഓക്കെ, ഒരു ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം നമുക്ക്. ലോഡിലേക്ക് ഈ സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് ബേസിലേക്ക് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് ക്ലോസ് ആവുന്നു, സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നു. ലോഡ് ഇവിടെ LED ആണ്, ഫോർ എക്സാമ്പിൾ LED അല്ല മോട്ടർ, എന്തായാലും മോഡലിൽ സർക്യൂട്ട് കംപ്ലീറ്റ് കറണ്ട് ഫ്ലോ നടക്കുന്നു. അങ്ങനെ LED ലൈറ്റ് ഓൺ ആവുന്നു, മോട്ടർ ഡ്രൈവ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ കറണ്ട് ഫ്ലോ നടക്കുന്നത് ഈ ഡയറക്ഷനിലോട്ടാണ് കറണ്ട് ഫ്ലോ നടക്കുന്നത്. അപ്പോൾ ഒരു മിനിമം വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ റെസിസ്റ്റർ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്ററാണ്. ബേസിലേക്ക് വരുന്ന ഒരു കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്ററാണ്. ഇത് ബേസിലോട്ട് നമുക്ക് തോന്നുന്ന പോലെ കറണ്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഹീറ്റായിട്ട് അത് പെട്ടെന്ന് നല്ല ചൂടാവും, നല്ല ഹീറ്റായി കണ്ട് അങ്ങോട്ട് ബേണായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കറണ്ട് ലിമിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയൊക്കെ നമ്മൾ ഒരു റെസിസ്റ്റർ മസ്റ്റായിട്ടും കണക്ട് ചെയ്യണം ബേസിലോട്ട്. ആ റെസിസ്റ്ററിൻ്റെയൊക്കെ വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ടത് നമ്മൾ അപ്ലൈയിങ് വോൾട്ടേജ് വെച്ചിട്ട് ആണ് നോക്കേണ്ടത്. നമുക്കറിയാം I=V/R ആണ്. ആ സിമ്പിൾ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമ്മൾ റെസിസ്റ്ററിൻ്റെ വാല്യൂ കാണാം, എത്രമാത്രം കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യാൻ പറ്റുമെന്നൊക്കെ. അപ്പം ഒരു മിനിമം വാല്യൂ ഉണ്ട്, അതിൻ്റെ ഒരു മിനിമം വാല്യൂ ഉണ്ട്, അപ്ലൈയിങ് വോൾട്ടേജ് ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ടൊക്കെ നമുക്കത് കാണാൻ കഴിയും. അതിൽ കൂടുതലായി കഴിഞ്ഞാലൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അതിനൊരു വേറെ ഡിസൈൻ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അല്ലാതെ തന്നെ വേറെ ഡിസൈൻ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും റെസിസ്റ്ററിൻ്റെ വാല്യൂ കാണേണ്ടത്. അപ്പോൾ ആ മിനിമം റെസിസ്റ്ററിൻ്റെ വാല്യൂ നമുക്ക് വേണമെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ മുഖ്യവാറും സർക്യൂട്ടൊക്കെ നമുക്ക് കുറേ നെറ്റിൽ നിന്ന് എടുക്കുന്ന സർക്യൂട്ട് ആണെങ്കിൽ പോലും നമുക്കറിയാം അതിന് റെസിസ്റ്ററിൻ്റെ വാല്യൂ ഉണ്ട്. അല്ലെങ്കിൽ എന്തായാലും ഒരു 1K വാല്യൂ, റെസിസ്റ്ററിൻ്റെ വാല്യൂ 1K കൊടുക്കുന്നത് നല്ലതാണ് എപ്പോഴും. ഒരു BC 547 പോലെയുള്ള ട്രാൻസിസ്റ്ററിനൊക്കെ, അല്ലെങ്കിൽ ഫാസ്റ്റ് സ്വിച്ചിങ് ട്രാൻസിസ്റ്ററിനൊക്കെ. പക്ഷേ എല്ലാത്തിനും അത് വാല്യൂ ആവണമെന്നില്ല, അതിലും കൂടുതൽ വാല്യൂ വേണ്ടി വരും. അതിന് വേറെ ഡിസൈൻ തന്നെ ഉണ്ട്, അത് ഞാൻ വേറെ പറയുന്നുണ്ട്. തിയറി സെക്ഷൻ കഴിഞ്ഞ് പ്രാക്ടിക്കൽ സെക്ഷനിലോട്ട് പോകുമ്പോൾ സർക്യൂട്ട് എടുക്കുമ്പോൾ ആ ഒരു ഡിസൈനിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്, എങ്ങനെയാണ് R-ൻ്റെ വാല്യൂ എടുക്കുന്നതെന്ന്. ഇപ്പം ബേസിക്കായിട്ട് കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ PNP ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടൊരു സർക്യൂട്ടും കൂടി നോക്കാം, എന്താണ് വ്യത്യാസമെന്ന്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി നോക്കാനുണ്ട്. ഇതിന് NPN ആണ്. ഈ NPN എന്ന് പറഞ്ഞാൽ ബേസിൽ കിടക്കുന്നത് P ആണ്. അപ്പോൾ P ആയതുകൊണ്ട് +5 വോൾട്ടാണ് ബേസിലോട്ട് വരേണ്ടത്. ഇനി ഒരു PNP ട്രാൻസിസ്റ്റർ ആണെങ്കിൽ, PNP എന്ന് പറഞ്ഞാൽ സെൻട്രൽ കിടക്കുന്ന ലെറ്റർ N ആണ്, നെഗറ്റീവ് ടെർമിനലാണ്. അപ്പോൾ അതിന് വ്യത്യാസം അതിൽ നിന്ന് മനസ്സിലാക്കാം. -5 വോൾട്ടാണ് വേണ്ടത്. അപ്പോൾ 5 വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് സ്വിച്ച് ഓൺ ആകത്തുള്ളൂ. -5 വോൾട്ടാണ് വിത്ത് റെസ്പെക്ട് ടു എമിറ്റർ.
ഇത് വിത്ത് റെസ്പെക്ട് എമിറ്റർ ആയിട്ട് +5 വോൾട്ടാണ്. കാരണം എമിറ്റർ ഗ്രൗണ്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടെ PNP ആകുമ്പോൾ അവിടെ എമിറ്റർ ഗ്രൗണ്ട് അല്ല ചെയ്യേണ്ടത്, അവിടെ +5 വോൾട്ടാണ് കൊടുക്കുന്നത്. PNP ആണ്. കാരണം ഒരു സൈഡ് സ്വിച്ചിങ്ങിൻ്റെ സമയത്ത് ഇതിൻ്റെ 2 ജംഗ്ഷനാണ് എപ്പോഴും ട്രാൻസിസ്റ്റർ നമ്മൾ 2N222 2N390 എന്നൊക്കെ അതിൻ്റെയൊക്കെ മീൻ ചെയ്യുന്ന 2N മീൻ ചെയ്യുന്നത് 2 ജംഗ്ഷനുള്ള ട്രാൻസിസ്റ്റർ എന്നാണ്. BCL240 അത് മീൻ ചെയ്യുന്നില്ല എന്നല്ല, പക്ഷേ എന്നാലും ട്രാൻസിസ്റ്ററിന് 2 ജംഗ്ഷൻ ഉണ്ട്. ഇപ്പം സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഫോർവേഡ് മോഡ് ഉണ്ടാവും. ആ ഫോർവേഡ് മോഡാണ് ബയാസിൽ ഒരു ഫോർവേഡ് ബയാസിങ് മോഡുണ്ട്. അതുപോലെ തന്നെ PNPൻ്റെ കേസിലൊരു ഫോർവേഡ് ബയാസിങ് വേണം. അതിനാണ് ആ ഒരു ഇത് ഫോളോ ചെയ്യുന്നത്. PNP സെൻട്രലിലെ നെഗറ്റീവ് ടെർമിലാണ്, നെഗറ്റീവിലോട്ട് നെഗറ്റീവ് കണക്ട് ചെയ്യണം, പോസിറ്റീവിലോട്ട് പോസിറ്റീവ് കണക്ട് ചെയ്യണം, എന്നാലേ ബയാസിങ് നടക്കുള്ളൂ. ബയാസിങ് നടന്നാൽ മാത്രമേ അവിടെ കറണ്ട് ഫ്ലോ നടക്കുള്ളൂ. അങ്ങനെയാണ് സ്വിച്ച് ഓൺ ആവത്തുള്ളൂ, ക്ലോസ് സർക്യൂട്ട് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയാണ് ആ സർക്യൂട്ട് കൊണ്ട് ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം. അതിന് എക്സ്പ്ലനേഷൻ ഒന്നും കാര്യമായിട്ട് വേണ്ട, ജസ്റ്റ് കണ്ടാൽ തന്നെ ഇങ്ങനെ മനസ്സിലാവും. ഇതിൻ്റെ ഈ സൈഡിൽ ഞാൻ വരച്ച് തരാം. ഇതാണ് PNP യൂസ് ചെയ്തുകൊണ്ടുള്ള സർക്യൂട്ട്. ഇവിടെ കാണാൻ കഴിയും ജസ്റ്റ് ചേഞ്ച് വന്നിട്ടുണ്ട് ചെറിയ. ഞാൻ പറഞ്ഞു ബേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് -5 വോൾട്ടാണ്. കാരണം ആ ഒരു ബയാസിങ്ങിലേക്കുണ്ട്, ബയാസിങ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഒരു ബയാസിങ് നടക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ബയാസിങ് കൊടുക്കാൻ വേണ്ടിയാണ് മൈനസ് വിത്ത് റെസ്പെക്ട് ടു എമിറ്ററായിട്ട് ഒരു -5 വോൾട്ടാണ് കൊടുക്കുന്നത്. +5 വോൾട്ടല്ല, -5 എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ 5 വോൾട്ട് ജസ്റ്റ് ടെർമിനൽ തിരിച്ചു കൊടുത്താൽ മതി. അല്ലാതെ സെപ്പറേറ്റ് ഡ്യുവൽ സപ്ലൈ അല്ല വേണ്ടത്. അതല്ല മീൻ ചെയ്തത്. മൈനസ് ഉദ്ദേശിച്ചത് വിത്ത് റെസ്പെക്ട് ടു എമിറ്ററായിട്ട് -5 വോൾട്ട് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഓക്കെ, റിവേഴ്സ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 0.5 അത് തന്നെ ആ ഒരു മീനിങ് തന്നെ ഉദ്ദേശിച്ചത്, അല്ലാതെ ഡ്യുവൽ സപ്ലൈ അല്ല, ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ റെസിസ്റ്റർ വാല്യൂ ഉണ്ട്, അതൊക്കെ ഡിസൈനിങ് പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്വിച്ചിങ്. ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്വിച്ച് ഓൺ ആവുന്നു, കറണ്ട് ഫ്ലോ നടക്കുന്നു. ഇവിടെയും ഫ്ലോ നടക്കുന്ന ഈ ഡയറക്ഷനിൽ തന്നെയാണ്, പക്ഷേ ജസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ സർക്യൂട്ടിനെ കുറിച്ച് പറയാൻ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ ഇതിൻ്റെ ഡീപ്പായിട്ട്, അതായത് പ്രാക്ടിക്കൽ സെക്ഷനിലോട്ട് പോവുകയാണ്. അവിടെ വൃത്തിക്ക് ഒന്നും കൂടി നല്ല മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയുന്നുണ്ട്. എങ്ങനെയാണ് സർക്യൂട്ടിൽ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്യണം, എങ്ങനെയാണ് ഓരോ ആപ്ലിക്കേഷനും ആയിരിക്കും ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഓരോ ആപ്ലിക്കേഷനും ഓരോ ട്രാൻസിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ വോൾട്ടേജ് ഡിവിഷനുണ്ട്, അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും. അതുപോലെ നമുക്ക് കുറച്ച് സർക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വ്യക്തമായിട്ട് ഇതിനെ പഠിക്കാം. പ്രാക്ടിക്കൽ സെക്ഷനിലോട്ടാണ്. ആരെയും ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പം യൂസിങ് PNP ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു സ്വിച്ചിങ് നടത്തുകയെന്നാണ്. സിമിലർ തന്നെയാണ്, NPNൻ്റെ പോലെ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ജസ്റ്റ് കണക്ഷനിൽ വ്യത്യാസം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബേസിലേക്കൊരു വിത്ത് റെസ്പെക്ട് ടു എമിറ്ററായിട്ടൊരു +5 വോൾട്ട് അല്ല, -5 വോൾട്ടാണ്. ഒരു 5 വോൾട്ട് ജസ്റ്റ് നമ്മൾ ടെർമിനൽ തിരിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. കാരണം ഈ PNP എന്ന് പറയുമ്പോൾ അതിൻ്റെ PN സെൻട്രൽ ബേസിൽ വരുന്നത് N ആണ്, നെഗറ്റീവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ബയാസിങ് എന്തായാലും വേണം. സ്വിച്ചിങ്ങിൽ ഒരു ബയാസിങ് റിക്കോർഡാണ്, മസ്റ്റായിട്ടും വേണം, എന്നാലേ സ്വിച്ച് ഓൺ ആവത്തുള്ളൂ. അപ്പോൾ ആ ബയാസിങ്ങിന് വേണ്ടി, ആ ബയാസിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നെഗറ്റീവ് സപ്ലൈ കൊടുക്കുന്നത്. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി മൈക്രോ കൺട്രോളറിലും അവൈലബിൾ ആയിട്ടുള്ള വോൾട്ടേജ് +5 വോൾട്ട് പറയുമ്പോൾ +5 വോൾട്ടാണ്, അല്ലെങ്കിൽ ഒരു +2.5 വോൾട്ട്, നിയർലി ഒരു 5 വോൾട്ടിൻ്റെയും 2 വോൾട്ടിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ആ റേഞ്ചിൻ്റെ ഇടയിലായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ട്രാൻസിസ്റ്റർ ചൂസ് ചെയ്യാം. പക്ഷേ +5 വോൾട്ട് ആണെങ്കിൽ നമ്മൾ NPN ആണ് ഏറ്റവും ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മൈനസ് വാല്യൂ ഉള്ള റേഞ്ച് ആണെങ്കിൽ നമ്മളൊരു PNP ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കണം നമ്മുടെ മൈക്രോ കൺട്രോൾ ഏത് വോൾട്ടേജാണ് ഔട്ട് ഗ്രൗണ്ടായിട്ട് വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ടായിട്ട് ഔട്ട് മൈക്രോ കൺട്രോൾ തരുന്നത് നോക്കണം. അതിനനുസരിച്ചായിരിക്കണം ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് സർക്യൂട്ട് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ സർക്യൂട്ട് അവരൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്താണ് ആ വ്യത്യാസങ്ങൾ, എങ്ങനെ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ജസ്റ്റ് ബേസിക് ഐഡിയ മാത്രം മതി എങ്ങനെ സ്വിച്ചിങ് നടക്കുന്നത്. ഇനി ഒരു സ്വിച്ചിങ്ങിൻ്റെ ഒരു വേറെ ട്രാൻസിസ്റ്റർ ഇല്ലാതെ ജസ്റ്റ് ഒരു ഡയഗ്രാം കൂടി കാണിക്കാം, അപ്പം വ്യക്തമായിട്ടൊന്ന് മനസ്സിലാവും. LED ആണ്, ഇത് നമ്മളെ ബേസാണ്. ഞാനിവിടെ ഒരു കണക്ഷൻ വെച്ചിട്ടുണ്ട്. ഇത് എമിറ്റർ എന്ന് വിചാരിക്കില്ല, കളക്ടർ വിചാരിക്കുക. ഇത് എമിറ്റർ എന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഒരു NPNൻ്റെ കേസാണ്. ഇവിടെ റെസിസ്റ്റർ ഉണ്ടായിരുന്നു, +5 വോൾട്ട് പിന്നെ അക്രോസ് കൊടുത്തിരുന്നു. ഇത് ഗ്രൗണ്ട് ചെയ്തിരുന്നു. ഇവിടെ ഒരു +5 വോൾട്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. അതിവിടെ ഞാൻ സെപ്പറേറ്റ് ഒരു സോഴ്സ് ആയിട്ട് തന്നെ വരയ്ക്കുന്നു. ഓൾസോ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു LED ടേൺ ഓൺ ആണെങ്കിൽ ഒരു +5 വോൾട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് ക്ലോസ് ആണ്. ഈ സ്വിച്ച് ഇത് S1, ഇത് S2. അപ്പോൾ S2 ക്ലോസ് ആയാൽ മാത്രമേ LED ലൈറ്റ് ഓൺ ആവുള്ളൂ. അത് കത്തണമെന്നുണ്ടെങ്കിൽ
സർക്യൂട്ട് കംപ്ലീറ്റ് ആവണം. അപ്പോൾ S2 ഓൺ ആവണം. S2 ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ S1 ഓൺ ആക്കണം. ഈ S1 ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ അപ്ലൈ ചെയ്ത ഈ ഒരു വോൾട്ടേജ്, ആ വോൾട്ടേജ് ഇതിന് എത്തണം. ഒരു കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ S1 ഓൺ ആക്കിയാലേ ഈ S2 ഓൺ ആവുള്ളൂ, പാരലായിട്ട് ഓൺ ആവുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ്, ഇതാണ് ബേസിക് കോൺസെപ്റ്റ് സ്വിച്ചിങ്. ഞാൻ ഇൻ്റർണലി നടക്കാൻ പോകുന്ന ഇതാണ്. S1ലേക്ക് ഒരു +5 വോൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ S2 ഓൺ ആവുന്നു. S2 ഓൺ ആയി കഴിഞ്ഞാൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നു. അങ്ങനെ LED ഓൺ ആവുന്നു. എന്താണ് ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്? LED ഒരു എക്സാമ്പിൾ കാണിച്ചതാണ്. എന്താണ് ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്? ആ ലോഡ് അവിടെ അതുപോലെ ആക്ട് ചെയ്ത് വർക്ക് ചെയ്യും. അപ്പോൾ ഇത് ഈ ഒരു സോഴ്സും ബാറ്ററി, ഈ ഒരു സോഴ്സ് 1ഉം അതുപോലെ തന്നെ സോഴ്സ് 2 ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇത് ഇതിനെ ഡ്രൈവ് ചെയ്യിപ്പിക്കാനും ഇത് ഈ ഒരു ട്രാൻസിസ്റ്ററിനെ ഡ്രൈവ് ചെയ്യിപ്പിക്കാനുമാണ്. അപ്പോൾ സോഴ്സ് വ്യത്യാസമുണ്ട്. ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ മൈക്രോ കൺട്രോളൊക്കെ യൂസ് ചെയ്യുന്നത്. മൈക്രോ കൺട്രോളിൽ +5 വോൾട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ മോട്ടറിന് 9 വോൾട്ടൊക്കെ വേണ്ടി വരും. അപ്പോൾ 9 വോൾട്ടൊക്കെ താങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസിസ്റ്റർ ചൂസ് ചെയ്ത് കണ്ട് നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന 9 വോൾട്ടിൻ്റെ മോട്ടറാണെങ്കിൽ ഒരു 9 വോൾട്ട് സപ്ലൈ ഇവിടെ കൊടുക്കാം. ഇവിടെ 5 വോൾട്ട് നമുക്ക് അവൈലബിൾ ഉള്ളൂ. അപ്പോൾ 9 വോൾട്ട് നമുക്ക് ഡ്രൈവറായിട്ട് യൂസ് ചെയ്യാം. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് മോസ്ഫെറ്റിലേക്ക് നടക്കുന്നത്. മോസ്ഫെറ്റ് സ്വിച്ചിങ് ഫ്രീക്വൻസി കൂടിയതാണ്, കൂടുതൽ യൂസ് ചെയ്യുന്ന മോസ്ഫെറ്റാണ്. ഇതൊക്കെ ബേസിക് കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ പർപ്പസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ട്രാൻസിസ്റ്റർ. എന്നിരുന്നാൽ പോലും ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് അത് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുകളിലൊക്കെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് വരും. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ മനസ്സിലാവും എന്താണ് സ്വിച്ചിങ് എന്ന്, പ്രാക്ടിക്കലി എങ്ങനെ നടത്താമെന്നും എന്താണ് വ്യത്യാസമെന്നും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.